മറ്റേടത്തോടെ പോയാൽ മതിയായിരുന്നു. മാധവൻ ഞാന് മാധവൻ കെട്ടൊന്നും ഈ ചേരി വിട്ട് പോയിട്ടില്ല മോളെ. എവിടെ നീ? കേരളത്തിൽ നിന്നൊരു ഗെയിം വന്നിട്ട് നമ്മൾ കളിച്ചില്ലെങ്കിലേ അത് മോശമല്ലടാ. തെക്ക് ഐലൻഡ് അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്ത് ബീജോടെ ഇപ്പൊ കേട്ടെ. 1980 ഒരു ചുമന്ന കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം ആ നാടിന്റെ വിധി മാറി. അപ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിന്റെയും മരണത്തിന്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ലുവതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തന്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പക്ഷെ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തുനിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തന്റെ ഇടം കണ്ടെത്തി. ഒരു ശരീരം ഇപ്പോൾ അതിൻ്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിൻ്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. പിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും പിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. സാമ്പത്തിക വാർത്തകളിലേക്ക് സ്വാഗതം. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രക്കുറുപ്പ് ഇപ്പോഴും പിടിയിലായിട്ടില്ല. സംഭവത്തിന് ശേഷം സുരേന്ദ്രക്കുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അന്വേഷണ പത്രപ്രവർത്തകയായ ഇന്ദിര 30 വയസ്സ് കഴിഞ്ഞ 2 ആഴ്ചയായി കാണാതായിരിക്കുകയാണ്. അവസാനമായി കണ്ടത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. സംശയകരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരയെക്കുറിച്ച് വിവരങ്ങളുള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് നമ്മളാണ് അത് കിടക്കണം അവിടെ. അപ്പൊ നമ്മള് ഉറക്കം എണ്ണീറ്റേ ഉള്ളു. ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇങ്ങനെ രാവിലെ എണ്ണീച്ച് കഴിഞ്ഞാൽ പല്ലേപ്പൊന്നും ഇല്ല, പ്രൈസ്റ്റൊന്നും ഇല്ല. ഫോട്ടോ ഓഫ് മൈ വൈഫ്, ഇവളുടെ ഭാര്യ കേട്ടോ. ഇവന്റെ ഭാര്യയാണോ അവിടെ ഇപ്പൊ കാണാതെ പോയത്? ഇതാരിത് മോഹൻലാൽ. ചായ കുടിക്കണം. എന്താ രാവിലെ ആരെങ്കിലും മെഴുകുതിരി എത്തിക്കൂടാ? അടച്ചു വെക്കടേ. ഓക്കെ, എന്നാ പിന്നെ. ദൈവമേ, ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കും. സത്യം പറയാമല്ലോ, ഈ ഇടയായിട്ട് ദിവസങ്ങളൊന്നും തൊട്ട് ശരിയാവുന്നില്ല. വളരെ മോശം എന്ന് വെച്ചാൽ ലോകം മോശം. ഇവർ റിച്ച് പയ്യനാണോ? 1984 കാറുള്ളവൻ എന്നൊക്കെ പറയുമ്പോഴേ ഇവൻ ഇച്ചിരി ലക്ഷറി ലൈഫാണല്ലോടാ. 1984 കാറുള്ളവൻ എന്ന് പറയുമ്പോൾ 1984 മിക്സ് ചെയ്യും. കാണും അതൊക്കെ കാണും. അവളെവിടെ? സംഭവം ഇവന്റെ ഭാര്യ മിസ്സിംഗ് ആണ് കേട്ടോ. ആരോ കഥകി മുട്ടിയില്ലേ? മാധവൻ, വാർഡ് എറണാകുളം. മഹേന്ദ്ര ആരോ കഥകി മുട്ടി. വെയിറ്റാക്ക്, ആദ്യം വീടൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് വരാൻ അങ്ങോട്ട്. അവളെവിടെ? ഇവന്റെ ഭാര്യനെ കാണാനില്ല കേട്ടോ. അതാ കേരളത്തിന്റെ മാപ്പ് മൊത്തം വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. എവിടെ? ലെറ്റർ, യുവർ വൈഫ് ഈസ് ഹിയർ. ഓക്കെ, നമ്മൾ വണ്ടി എടുത്ത് വിട്ടു കേട്ടോ. ഭാര്യനെ കാണാൻ വേണ്ടി സ്ഥലത്തോട്ട് വിടുവാണ്. ജീപ്പ് എടുത്ത് വിട്ടു അപ്പൊ തന്നെ. മഹേന്ദ്ര എന്തോന്ന്? ഇതാണോ നമ്മള്? തെക്കേടത്താണ്. ഇതാണ് നമ്മള്. തുഴഞ്ഞു പോകാൻ പോയിരിക്കണോ? വാ, അത്ര ഉള്ളു മോനെ. അപ്പൊ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മള്
വള്ളം തുഴഞ്ഞു പോവാണ്. ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. എനിക്കൊന്ന് ഇവിടെ പ്രശ്നമൊക്കെ നടക്കും. അമ്പോ ഇതേതോ വലിയ, ഇത് കുടുംബം പറ്റിയുടെ വീടാണോ അവിടെ? അതേപോലെ ഉണ്ടല്ലേ. എന്റെ മനക്കിലേക്ക് സ്വാഗതം. എടാ ID കാർഡ് കിട്ടിയടാ. താണ്ട പ്രസ്. ഇത് പേര് കാണിക്കുന്നില്ലടാ അതിനകത്ത്. പക്ഷെ എനിക്കൊന്ന് ഇവളുടെ തന്നെ, ഇവന്റെ ഭാര്യയുടെ ID കാർഡ് ഇവിടെ നിന്ന് കിട്ടി. അപ്പം എൻ്റെ ഭാര്യ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവന് ഓടാനൊന്നും വയ്യടേ. 2 വട്ടം ഓടുമ്പോൾ തന്നെ അവൻ ക്ഷീണിക്കുകയാണ്. ദൈവമേ, പ്രേതം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഓടും ഇങ്ങനെ പോവാണെങ്കിൽ. രാവിലെ ആയിട്ട് കുഴപ്പമില്ല. തറയൊക്കെ പൊട്ടി കിടക്കുന്ന കേട്ടോ. ഇവിടെയെല്ലാം കാണാൻ പറ്റൂ. എടി ഇവനൊരു ചെറുതായിട്ടൊന്നും ഓടാനുള്ള ശക്തി ഉള്ളു കേട്ടോ. അപ്പൊ തന്നെ അവൻ അങ്ങ് ക്ഷീണിക്കുക. ഇവിടെ ഇതുണ്ട്, ലാഡർ ഉണ്ട്, ലാഡർ. ഇത് എങ്ങോട്ടാ ഇറങ്ങുന്ന? ഏത് ഇറങ്ങണോ ഇനി? ഇവിടെ ഇനി അപ്പുറത്തൂടെ കറങ്ങി ഇറങ്ങണം തോന്നുന്നു കേട്ടോ. അപ്പുറത്തൂടെ കറങ്ങിയിട്ടൊക്കെ വരാം. ഇവൻ ഇവിടെ നിന്ന് അപ്പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് 2 മണിക്കൂർ കഴിയും കേട്ടോ. ഇവന് പ്രേതം വന്ന് ഇവനെ മിക്കവാറും ഓടിക്കും. ഓടിക്കാൻ പറ്റത്തില്ല, കാരണം പകുതി വെച്ച് പഴയ. ഇവിടെ ഞാൻ എങ്ങനെടാ അങ്ങോട്ട് പോകുന്ന? ഇനി ആളെ കളിയാക്കുന്ന ഈ വേരിയുടെ പുറത്തൂടെ പോണം കേട്ടോ. ഇവിടെ വേറെ വീട് കാണുന്നുണ്ട് കേട്ടോ. ഇതെന്താ അമ്പലമാണോ? ചാത്തൻ. എടാ ഇത് കുടുംബം പറ്റിയത് തന്നെ. ഭ്രമയുഗം. ചാത്തനാണ് ഇവിടെ ഉള്ളത്. അളിയ വേറെ വഴിയിൽ അതിന് തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോണം. മേളത്തെ പടം നോക്കിയടാ, കറക്റ്റ് മറ്റേ ഭ്രമയുഗത്തിലെ മമ്മൂട്ടി. തുറക്കടാ, വേറെ വഴിയൊന്നും ഇല്ലടാ. എന്തൊരു കഷ്ടോടെ ഇത്. ഇത് എവിടെ നിന്ന് കേറാനെന്ന് ഈ പറയുന്ന ഫൈൻഡ് അനദർ വേ എന്ന് പറഞ്ഞായിരുന്നു. ഫൈൻഡ് എ വേ ടു ഗെറ്റ് ഇൻസൈഡ്, അത് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് എ വേ എന്ന് പറയാൻ അവിടെ ഒരു ലാഡർ ഉണ്ട്, അങ്ങോട്ട് പോന്ന. ഇത് കണ്ട ഇത് തുറക്കാൻ പറ്റണം. എങ്ങനെ എടുക്കുന്നു? അല്ല ഇത് തന്നെ സംഭവം തന്നെ. ഇങ്ങനെ പിടിക്കുക, ഇവിടെ തട്ട് അത്രേ ഉള്ളു മോനെ. എന്തോ ഒരു കഷ്ടപ്പാടൊക്കെ അല്ലേ. ഈ സാധനം കണ്ടില്ല നമ്മള്, അല്ലേ പറ്റിപ്പോയത്. ഓക്കെ, അപ്പൊ അല്ല സംഭവം തന്നെ, ലാഡർ കയറി പോണം. ഓക്കെ, അപ്പൊ കേറിക്കാൻ മോനെ. കേറിക്ക. കേറി അളിയ മണ്ടേ നേരം തലക്കടിച്ചിട്ട് കേട്ടാ. അമ്പാടാ കേമാ. അതാണ്ട ഇന്ന് രാത്രി ശവായി ആക്കാൻ പോവാൻ തോന്നുന്നു. തീയുടെ സൗണ്ടല്ലേ കേൾക്കുന്ന. ഇവിടെ എന്തോ ബുക്കിരിപ്പുണ്ട്. നിനക്ക് ഈ വീട് അന്യമായിരിക്കും, പക്ഷെ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. ഏടാ മോനെ, അപ്പൊ നമ്മള് പണ്ട് ഈ വീട്ടിനകത്ത് എന്തോ പരിപാടി നടത്തിയടേ. എന്താണ് ലൈറ്റർ? എന്തിനാടാ ഇതൊക്കെ ഓഫ് ചെയ്ത് നോക്കുന്നേ? ബ്ലഡി ഫുൾ ബുദ്ധിയില്ലാത്തവനെ. ചാത്താ തുറക്ക്. ഇതെന്താണ്? ഒന്നുമില്ലല്ലോ ഇവിടെ ചെയ്യാൻ. ഇവിടെ വേറെ വഴി. താണ്ട ഇവിടെ എന്തോ വഴിയുണ്ട്. കണ്ണു പിടിക്കുന്നില്ല അവിടെ, പക്ഷെ ഒരു വഴിയുണ്ട്. എനിക്കൊന്നും കാണാൻ പോയിട്ടോ. ഞാൻ എന്താ ചെയ്യും? അകത്ത് കയറി കേട്ടാ. ഇപ്പോഴാണ് മനസ്സിലായി അകത്ത് കയറിയാന്ന്. പേടിയാവുന്നല്ലോ ഇവിടെ. തിങ്ങി വന്ന് ആ ലൈറ്റർ എടുത്ത് കത്തിക്കുന്ന എങ്ങനെ? ഈ സാധനം ഊച്ചെടുക്കാൻ പറ്റും. എടാ അത് ഊതിക്കെടുത്തിയ നീ. എടാ ബുദ്ധിയില്ലാത്തവനെടാ. എന്താ പറ്റിയേ? എടാ എന്തോ ഊതിക്കെടുത്തിയടാ ഞാൻ. ഇതൊന്നും കാണാൻ പോയി. ഇപ്പം ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട്. ഈ സാധനം ഊരി എടുക്കാവോന്നാ നോക്കിയത്. ഇവിടെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വഴിയുണ്ട്. അത് പറ. സോറി, എനിക്ക് ഇച്ചിരി പേടിയുടെ അസുഖമുണ്ട്. ഭാര്യയെ തേടി വന്നല്ലേ? പിന്നല്ലാതെ ഭാര്യ ഇവിടെ കിടക്കുമ്പോ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങണോടി. പറയടി. വിളച്ചിലെടുക്കല്ലേ നിങ്ങള്. ആളിയെ കിട്ടിയേട്ടാ. എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. റമ്പട മോനെ, രക്ഷപ്പെട്ടടാ. ഇന്ന് എന്റെ ഭാര്യയായിട്ട് വീട്ടിൽ പോകത്തുള്ളൂ, മനസ്സിലായ? അങ്ങനെ വെറുതെ അങ്ങ് പോവാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്ന് കയറിയേക്കുന്നത്. തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ ഭാര്യയും കാണും. യൂസ് കീ. താക്കോ ഇല്ലാതെയാണോടാ ബുദ്ധിയില്ലാത്തവനെ ഇങ്ങോട്ട് കയറി വന്നത്. താട്ടു മണ്ടൻ. അല്ലെ ഇവിടെ ലോക്കുണ്ട്. ഇത് നമ്മൾ കിടന്ന വീട് റൂമല്ലേ? ഇനി അങ്ങോട്ട് പോവാം. കാരണം നേരത്തെ പോവാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്താ, ഫുൾ ഡാർക്കായിരുന്നു. കണ്ടാ താക്കോലി കിട്ടി. എടാ യൂസ് കീ. എന്നൊന്ന് പോയടാ. ഇതൊക്കെ കണ്ടാ നമ്മളങ്ങ് പേടിച്ചങ്ങ് പോകുള്ളൂ. അപ്പൊ പുറത്തെത്തി നമ്മള്. ഇപ്പൊ സുഖമായില്ല. ഇനിയിപ്പോ വീട്ടിൽ പോവാല്ലോ. ഭാര്യനെ കണ്ടുപിടിക്കണ്ടേ? അയ്യോ, പുതിയ ഡോറൊക്കെ തുറന്നു കേട്ടോ. എന്താടാ പേടിപ്പിക്കുന്ന ആളാ പട്ടികളെ. ഞാൻ എന്റെ ഭാര്യയെ വീട്ടിൽ ആക്കിയിട്ടേ പോത്തോളൂടാ. ഭാര്യയായിട്ടേ പോകത്തുള്ളൂ. എക്സ്പ്ലോർ ദ ഹൗസ്. പിന്നെ ഇവിടെ ഹോം ടൂർ നടത്താനല്ലേ ഞാൻ വന്നത്. ഇതെന്റെ ഭാര്യയുടെ കണ്ണടിയല്ലടാ. ഇന്ദിരാസ് ക്ലാസ്. അളി ഇത് മമ്മൂട്ടി. അപ്പൊ ഫാമിലി ഫോട്ടോ. അപ്പൊ ഈ കുട്ടിയാണ് നേരത്തെ കണ്ട പ്രേതം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവൻ പണ്ട് വല്ല കൊലപാതകം നടത്തി കാണും. ഈ പയ്യനെ ഇവൻ തട്ടി, ഇവളെയും കൊന്ന്, ഇവള് പ്രേതമായിട്ട് വന്നു.
അതാണ് കഥ. ആയിരിക്കണമല്ലോ, പിന്നെ എക്സ്പ്ലോർ ചെയ്യാനല്ലേ പറഞ്ഞ. ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. ആഹാ, നാളിൽ എന്തൊക്കെ ഉണ്ടല്ലോടാ. ലോക്കാം. എന്താണ് എന്താണ് അവിടത്തെ കത്തിരിക്കുന്ന കേട്ടോ. ആ രാത്രി ഈ മുറി മാത്രം എല്ലാം കണ്ടിരും. അതിന്റെ നിശബ്ദത ഇന്നും ഇവിടെ ജീവിക്കുന്നു. കളി ഇവിടെ എന്തൊക്കെ കത്തിച്ചിട്ടേക്കുന്ന ആരെയും കൊന്നിട്ടുണ്ടോ കേട്ടോ ഇവിടെ. ബ്ലഡ്. അല്ല, ഇവൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ വീട് കാണുമ്പോ ഇവന് മനസ്സിലാവണ്ടേ. ഇനി ഇവൻ വല്ലതും മറന്നുപോയതാണോ? ഇവൻ ഈ വീട് അറിയത്തില്ലെന്ന രീതിയിലാണ് ഇവൻ വരുന്നത്. പറഞ്ഞില്ലല്ലോ ഇവൻ അറിയാമല്ലോ. ഒരുപക്ഷെ അറിയാമെങ്കിലോ. ഇവന്റെ ഭാര്യയുടെ സൗണ്ടല്ലേ? മോളെ, ചേട്ടാ വന്നടി മോളെ. എന്താടി ഇപ്പന്റെ സൗണ്ട് കേട്ടോ. ആദ്യം പോയ ലൈറ്റ് ഓണാക്കാം. ആറാ നമ്മളെ പറ്റിച്ചടേ. മറ്റേടത്തോടെ പോയാ മതിയായിരുന്നു. മാധവൻ ഞാന്. മാധവൻ കെട്ടൊന്നും ഈ ചേരി വിട്ട് പോയിട്ടില്ല മോളെ. എവിടെ നീ? മാധവൻ എനിക്കറിയാൻ. നോ ടോർച്ചിന്റെ എക്യുപ്മെന്റ്. ഇടയാ ടോർച്ച് കൊണ്ട് കളഞ്ഞടാ എന്റെ ആടി. ഇതെന്തൊരു പരിപാടിയടേ. ടോർച്ച് തീർന്നാ? ഇരുട്ടത്തോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല. എനിക്ക് പേടിയാണ് ടോർച്ച്. കണ്ണ് കാണാൻ വയ്യട്ടാ. കണ്ണ് കാണാൻ വയ്യേ. ഒള്ളിയോ, ഇത് കൂടാത്തറാണോ? അല്ല പൂജ എന്തോ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കേട്ടോ അവിടെ. എന്തോ കിട്ടിയട്ടാ. ഇതെന്താ? അതെന്ത് സാധനം? പുള്ളി പേടിച്ചു പോടി. ഇത് എന്റെ കയ്യിലിരുന്ന കേട്ടാ. ഞാൻ വിചാരിച്ചത് പറഞ്ഞു വന്നാണ്. ഇതെന്ത് സാധനം? എന്താ ഇത്? താമരയാ? പയ്യൻ അപ്പച്ചൻ BJP കാരനാ തോന്നട്ടാ. Don't try to play the fool with me, Nikesh. ആ അളിയാ, നമുക്കിവിടെ പൂജ ചെയ്യാം കേട്ടോ. ഓം ഗണങ്ങണങ്ങണങ്ങ. ഇത് ചിലപ്പം ഇത് കണ്ട് ചിലപ്പം പ്രേതം ചിലപ്പോ തിരിഞ്ഞോടിയാലോ. ഇതുവഴിയല്ലേ പോയി? നമുക്ക് ഇതുവഴി പോവാം. നേരത്തെ ഇവിടെ നല്ല സൗണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഉണ്ടടേ. അച്ഛാ പൂജ കഴിഞ്ഞോ? പേടിപ്പിക്കാനായിട്ട്. അവിടെ നോ ടോർച്ച് എക്യുപ്മെന്റ്. എനിക്ക് തോന്നുന്നു എന്റെ ടോർച്ച് ഇവിടെ താഴെ പോയടേ. ലോഡ് ചെയ്യാൻ മേടിച്ചിട്ടെ ഒന്നുകൂടെ കളിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ വന്ന് കാരണം എന്ന് വെച്ചാൽ നേരത്തെ എന്റെ ടോർച്ച് പോയി. എടാ ഇത് എന്റെ ടോർച്ചാണോ? ആണ് കേട്ടോ. ഓക്കെ, ടോർച്ച് ഇട്ടിട്ടുണ്ട് ഗൈസ്. താഴെ കിടക്കുക. വാടി അവിടെ. ഓൾറെഡി ഒരു വട്ടം പേടിച്ച് ഞാൻ. 2 വട്ടം പേടിക്കാനേ ഞാൻ മണ്ടനൊന്നുമല്ല. ടോർച്ച് ബഗ്ഗടിച്ച് പോയതാന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞ ടോർച്ച് അവിടെ താഴെ കിടക്കുമായിരുന്നു. അത് ഞാൻ ലോഡ് ചെയ്ത് വന്നേ. അപ്പോഴത്തേക്കും പ്രേതം ഒന്നുകൂടെ വന്നു. പ്രേതത്തിന് അറിയില്ലല്ലോ നമ്മളിത് 2ാമത്തെ പ്രാവശ്യം കളിക്കുന്നത്. അളിയാ ദാണ്ടേ പസില്. ഈ സാധനമാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. ഇതെല്ലാം നേരെ ആക്കണം. ഓക്കെ, ഹര ഹര മഹാദേവ്. ഇവിടെ വലിയ സംഭവം നടക്കുന്നുണ്ടോ. 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗങ്ങളെല്ലാം ഇത് തുറക്കില്ല. അവ ഇവിടെ തന്നെയുണ്ട്. ഏതിന്റെ കാര്യം പറയുന്ന? നീയോ? ഞാൻ നേരത്തെ ഒരു സാധനം ഇവിടെ കൊണ്ടിട്ടില്ലായിരുന്നു. ഇത് വെച്ച് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ അവിടെ. ഇത് തുറക്കാനാണല്ലേ. എന്താടാ ആളെ പേടിപ്പിക്കുന്ന? ഇതിന്റെ കീ നമുക്ക് കിട്ടിയിട്ടില്ല. അതിനി അവിടെ പോയി തപ്പും. ടോർച്ചോരാട്ട്. ഇത് ഓരോ പ്രാവശ്യം ഇതുകൂടി വരുമ്പോ ഇവരിങ്ങനെ ഓടി കുടിക്കോ? നീ കൊള്ളാൻ്റെ ഓടി പോണേ. എല്ലാ പ്രാവശ്യവും നമ്മളങ്ങ് പേടിക്കണം. ആഹാ, വീടിപ്പോ ഹോം ടൂർ നടത്തിയിട്ട് കുറച്ച് നേരമായി കേട്ടോ. നമ്മളിപ്പോ തെക്കാലിന്റെ ഹോം ടൂറാണ്. 1/2 മണിക്കൂറായിട്ട് വീട്ടിൽ നിന്ന് കയറി നടക്കുക. ഇനി ഇല്ല പ്രേതം ഇനിയും വരുമോ? വാടേ, ഇതെന്താ ഉപയോഗിക്കുന്ന? തിന്നോട്ട് അതിട്ടാണല്ലോ വരുന്നേ. നേരത്തെ കടന്ന സ്ഥലത്തോട്ട് വീണ്ടും എത്തി. അപ്പൊ അതിന്റെ മത്തലോട്ട് ഇവിടെ തക്കാളി ഈ സാധനം എടുത്തോണ്ട് താഴെ കൊത്തിട്ടേ ഒന്ന അളി. ഇവിടെ ഒരു വഴി കണ്ടുപിടിച്ചേട്ടാ. താണ്ടാ അമ്പോ, ഫൈനലി മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് നിലവറ. ഇത് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം കേട്ടോ. ഇത് എവിടെ വെക്കണ്ട പറഞ്ഞു ചുമ്മാ ഇരടേ, പേടിപ്പിക്കാതെ. നിലവറ എവിടെ തന്നെ? ഇത് തന്നെ. ആ ഇവിടെ ഇനി ആ താമര കണ്ടുപിടിക്കണം. പക്ഷേ
താമരയായിട്ട് പിടിക്കും. താമരയുടെ ആവശ്യമില്ലായിരുന്നു. പേടിക്കുന്നൊക്കെ നേരത്തെ, ഇനി പേടിയും തേങ്ങയൊന്നുമില്ല. സൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു. എന്തായിരുന്നു ബാഗ്? ഇവിടെ എന്റെ ഭാര്യയുടെ ബാഗ് കിട്ടി കേട്ടോ. സാധനം കിട്ടി. താമര കിട്ടി. ഇതിനി അവിടെ കൊണ്ട് വെക്കാനാ? ഇവിടെ ഒരു താമര ഇപ്പൊ ഞാൻ അവിടെ കൊണ്ട് കളഞ്ഞു. നേരത്തെ കടന്ന സ്ഥലത്തോട്ട് തക്കാളി ഇതിനെങ്ങനെ തുറക്ക? ഞാൻ തുറക്ക്. ഇതിനകത്ത് വെക്കാനുള്ള സാധനം തോന്നടേ. കാരണം വേറെ സ്ഥലമൊന്നും ഇല്ല വെക്കാനായിട്ട്. 4 ഉണ്ട് ഇവിടെ ഉള്ളു. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇല്ലായിരുന്നുണ്ടോ? ആ പന്തില്ലാതെ അവൻ ഉറങ്ങില്ല. അലമാര പോലും കൂട്ടിയിരിക്കുകയാണ്. ആ പന്ത് ഈ മുറിയിൽ തിരികെ എത്തിയാൽ മാത്രമേ അത് തുറക്കൂ എന്നാണ് അവൻ പറയുന്നത്. എടാ പന്ത് ഞാൻ ഇവിടെ വെച്ച് കണ്ടായിരുന്നല്ലോടാ. ഇതെവിടെ ആയിരുന്നു ആ പന്ത്? മറ്റേ ഞാൻ പറയാം എന്ന് വെച്ചാൽ നമ്മളെ ഈ കുനിഞ്ഞു പോകുന്നൊരു സ്ഥലത്തായിരുന്നു. അവിടെ വെച്ചാണ് എന്റെ മറ്റേ സാധനം കളഞ്ഞു പോയത്. ഇങ്ങോട്ടാണോ തോന്നട്ടോ? ഇവിടെ അല്ലേ? തങ്കടക്കട തങ്ക ഇനി വന്നടവനെ. ഓക്കെ, പന്ത് കിട്ടി. അപ്പൊ ഏതാ മുറി? ഈ മുറി. അപ്പൊ ഈ അടഞ്ഞു കിടക്കുന്ന അലമാരി തുറന്നു. ഈ താക്കോല് കിട്ടി, ഇതും കിട്ടി. വേറൊരു പ്രേതം ഇപ്പൊ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, 4ാമത്തെ താമരയിൽ 2 താമര സെറ്റ് ആയിട്ടുണ്ട്. 2 അല്ലടാ 3 താമര സെറ്റായി. ഒരെണ്ണം താഴെ പോയി. അതെവിടാന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഡോർ അൺലോക്ക് ആയി. ഓക്കെ. മനുഷ്യനെ പേടിപ്പിക്കാൻ ഒക്കണം അവിടെ നിന്ന്. അമ്പോ, ഇത് ഏതോ കൊടൂര സാധനം കിട്ടിയേട്ടാ. താഴോട്ട് വഴി കേട്ടോ. സൈലൻസ് ആണല്ലോടാ. ഇവിടെ അവസാനത്തെ സാധനം ഞാൻ എവിടെ കൊണ്ട് ഇട്ടളി? അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ കിടന്ന സാധനമല്ലായിരുന്നു. എവിടെ കൊണ്ട് കളഞ്ഞ പുല്ലൊക്കെ? മര്യാദക്ക് ബാക്കിയുള്ള എല്ലാം കിട്ടി. ആദ്യം കിട്ടിയത് കൊണ്ട് കളഞ്ഞേക്കുന്നു. പട്ടി എന്തോ പറയാനാന്ന് നോക്കണ ഇതൊക്കെ. കിടക്കും. അപ്പൊ അവിടെ തന്നെ ഈ സാധനം എടുക്കണം. അങ്ങനെ 4 കിട്ടിയിട്ടുണ്ട്. ഓ മൈ ഗാഡ്, അങ്ങനെ അവസാനം 4 കിട്ടിയതാ. മണിച്ചിത്രത്താഴ് റൂം കീ ആടൻ. അളിയ മണിച്ചിത്രത്താഴിന്റെ താക്കോലാണ് നമുക്ക് കിട്ടിയത്. അളി എവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എവിടോ ഒരു ഡോർ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കണം ഇനി. ഓടി ഇവിടുന്ന്. ഇതാണ് വഴി. എന്റെ പൊന്നെ, ഫൈനലി ഗൈസ് നമ്മൾ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം റൂം കണ്ടുപിടിച്ചിരിക്കുകയാണ്. മണിച്ചിത്രത്താഴ് അൺലോക്ക് ആയടാ മോനെ. ഒരിക്കൽ ഞാൻ ആളി അത് വായിച്ചില്ല. പേപ്പറിനകത്ത് എന്തോ ഉണ്ടായിരുന്നു. ആളി ആദ്യം അതല്ലായിരുന്നു അവിടെ പൊട്ടാ വായിക്കണ്ടേ. എല്ലാരും ആദ്യം പോയി പേപ്പർ എടുക്കും. ഞാൻ മൊണ്ണ അവിടെ പോയി ഇതല്ല അത് വായിക്കാൻ നോക്കി. അതും പോയി ഇതും പോയി, 2 വായിക്കാൻ പറ്റിയില്ല. ഇതേതോ സ്ഥലം? ഇവിടത്തെ കഥയുണ്ട് കേട്ടോ. ഇത് കുടുംബം പറ്റി മമ്മൂട്ടി കിടക്കും. ആരെ കൊന്നേക്കുന്നു? സൂര്യൻ രാവിലെ ആയി. സൂര്യൻ ഉദിച്ചു. രാവിലെ ആയിക്കൊണ്ടേയിരിക്കുന്നു. മമ്മൂട്ടി അല്ല സംഭവം. പേപ്പർ വായിക്കാത്തത് തീരാ നഷ്ടമായി കേട്ടോ. ഇതെന്താ? ഇതൊരു ഡോള് കിട്ടിയട്ടോ. നീ എന്തിനാണ് പേടിക്കുന്ന കേട്ടോ? ഇതിനകത്താണോ പ്രേതമുള്ളത്? ഇതുകൊണ്ട് തീയിലിടണോ? സംഭവത്ത് ലെറ്റർ കിട്ടി മോനെ. ലെറ്റർ കിട്ടി. ഇനി ഒന്ന് വായിച്ചു കയറട്ടെ. ആ ശക്തിയെ ഒരിക്കൽ ഇതിലേക്കാണ് ബന്ധിച്ചത്. ഓർമ്മയില്ലായിരിക്കാം, വഴിയെല്ലാം മനസ്സിലാകും. മനസ്സിലായി. ഒരിക്കൽ ഞാൻ നിന്നെ അവസാനിപ്പിച്ചു വീണ്ടും ചെയ്യും. ഇതെന്ത് ചെയ്യണം ഞാൻ? ഇതിനകത്താണ് പ്രേതം. കത്തിക്കണോ? ഒന്നുകൊണ്ട് പേടിക്കേണ്ട, പ്രേതം നമ്മുടെ കൂടെ ഉണ്ട്. അളി ഇത് എവിടെ കത്തിക്കണ്ടെന്നറിയോ? മനസ്സിലായി? ആ പൂജ ചെയ്യുന്നിടത്ത് പോയി കഴിഞ്ഞാൽ അവിടെ തീയിടാൻ പറ്റും. മനസ്സിലായടാ? ബുദ്ധി വേണമെന്ന് പറയുന്നത് ഇതിനാടാ. ഈ ജന്മത്തിലും ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. എന്നാ വാടി വന്ന് പിടിയടി. തന്നെ മാഞ്ഞ് നടക്കടേ. പ്രേതം പുറകെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും അവന്റെ കാലനങ്ങൂല. തറയി കത്തിക്കാൻ പോലെ തറയി.
പല വഴിയെ കുത്തി കയറ്റിയേക്കും. പമ്പോ അമ്പം പമ്പോ അമ്പം ചിയേ. എടാ ഓടറാ, പ്രേതം പുറകെ ഉണ്ടെന്നെങ്കിലും ഉള്ളൊരു ബോധം കാണിക്കടാ, തിരിച്ച് ഓടറാ. അപ്പൊ പോലും അവൻ ഓടുന്നില്ല. രക്ഷപ്പെടേ. അത്രയുള്ളൂ മച്ചു, അത്രയുള്ളൂ. രക്ഷപ്പെട്ടറാ. ഇവിടെ കത്തിക്കടാ. ഓം ഗ്രീം ഐം ഗ്രീം ഹും. എന്താ ചെയ്യണ്ട? സാധനം കൊടുക്കാം. കിട്ടി. ഇത് കിടക്കണം. യെസ്. എടാ മനെ കിട്ടിയടാ. വാ തുറക്കണം. ഓം കേട്ടോ. ഇത്ര ഉള്ളു കേട്ടോ. നീയൊക്കെ ഇത് നീ വിളിച്ചു വരുത്തിയത് തന്നെ. കൊള്ളായിരുന്നു. ഫൈൻഡ് യുവർ വൈഫ്. മോളെ പേര് മോളെ ചക്കര. ഭാര്യയുടെ പേര് അറിയത്തില്ല. എങ്കിലും ചക്കര നീ എവിടാടി? പ്രേതമൊക്കെ പേടി നമ്മളെ പേടിപ്പിക്കാനായിട്ടില്ല. നീ എവിടാ പറഞ്ഞു തരൂ. പണ്ടും നിന്നെ ഞാൻ സഹായിച്ചിരുന്നു. നിനക്ക് കാവലായി ഞാൻ കൂടെയുണ്ട്. ചാത്തനായി ഹെൽപ്പ്. എടാ ചാത്തൻ. ഓ ഇന്ദിര നമ്മടെ പക്ഷേ വൈഫടാ. നമ്മടെ ചക്കട് മോള് കിട്ടി തിരിച്ച്. കൊച്ചിനെ കിട്ടി, ചില ഭാര്യനെ കിട്ടി. എടാ അപ്പൊ എനിക്ക് മനസ്സിലാകട്ടെന്ന് വെച്ചാൽ പണ്ട് ഞാൻ നിന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ഇവൻ ആരടാ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇവന്റെ അച്ഛനാണോ കൂടോത്രക്കാരൻ? മോനാണോ? അങ്ങനെ എന്തോ ഒരു കഥയുണ്ടല്ലോടാ, അതങ്ങോട്ട് മനസ്സിലായിട്ടോടാ. എടാ ഇവനെന്തൊക്കെ ചെയ്ത് കേട്ടോ. ഇവനാണ് മെയിൻ മീഡിയ. അങ്ങനെ ചെറിയൊരു ഗെയിമായിരുന്നല്ലേ, വളരെ ചെറിയൊരു ഗെയിമായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഗെയിമിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ഗൈസ്. ബൈ ചേട്ടാ.